രാജസ്ഥാൻ ടീമിന് എന്താണ് സംഭവിച്ചതെന്നാണ് ആരാധകർ ചോദിക്കുന്നത്. ജയിച്ച കളിയാണ് രാജസ്ഥാൻ കൊണ്ടുപോയി കളഞ്ഞത്. സെക്കൻഡ് ലാസ്റ്റ് ഓവറിൽ 20 റൺസാണ് അടിച്ചുകൂട്ടിയത്. ലാസ്റ്റ് ഓവറിലും നന്നായിട്ട് കിട്ടി. ഇതുവരെ ഒരു മാച്ച് പോലും തോൽക്കാതെയാണ് രാജസ്ഥാൻ കളിക്കാനിറങ്ങിയത്. എന്നാൽ ഇന്ന് രാജസ്ഥാൻ ടീമിന് അടിപതറി. എന്താണ് അവർക്ക് സംഭവിച്ചതെന്ന് കോച്ചായ സംഘകാര വ്യക്തമാക്കി. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. കോച്ചായ സംഘകാര പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: 99% ജയിച്ച മത്സരമായിരുന്നു. എന്താണ് അവർക്ക് സംഭവിച്ചതെന്ന് വ്യക്തമല്ല. യുസ്വേന്ദ്ര ചഹലിനും അതുപോലെ അശ്വിനും നല്ല അടി കിട്ടുന്നുണ്ടായിരുന്നു. ഈ സമയം ഞാൻ അവരോട് ബോൾട്ടിനെ ഇറക്കാൻ ആവശ്യപ്പെട്ടു. സഞ്ജു അത് സമ്മതിച്ചതുമാണ്. എന്തുകൊണ്ടാണ് പിന്നീട് ബോൾട്ടിനെ ഇറക്കാഞ്ഞതെന്ന് വ്യക്തമല്ല. ഒരുപക്ഷെ ബോൾട്ട് ബൗൾ ചെയ്യാൻ സമ്മതിച്ചു കാണില്ല. ബോൾട്ടിനെ കൊണ്ട് പന്തെറിയിച്ചുവെങ്കിൽ ഇന്നിപ്പോൾ രാജസ്ഥാൻ കളി ജയിച്ചേനെ. അവൻ 2 ഓവറിൽ 8 റൺസ് മാത്രമേ വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത്രയും മികച്ച രീതിയിലായിരുന്നു ബോൾട്ട് ഇന്ന് പന്തെറിഞ്ഞത്. എന്നിട്ടും ലാസ്റ്റ് ഓവറുകളിൽ അവൻ ബൗൾ ചെയ്യാത്തതാണ് പണിയായത്. അവസാനത്തെ 5 ഓവർ വരെ കളി രാജസ്ഥാൻ്റെ കയ്യിലായിരുന്നു. എന്നാൽ അവസാന ഓവറുകളിൽ കളി രാജസ്ഥാൻ കൈവിട്ടു. തെറ്റുകൾ മനസ്സിലാക്കി അടുത്ത മത്സരത്തിൽ ശക്തമായിട്ട് രാജസ്ഥാൻ തിരിച്ചു വരുമെന്ന് സംഘകാര വ്യക്തമാക്കി. കളി കണ്ട എല്ലാവർക്കും തോന്നിയത് ഇത് തന്നെയാണ്. ബോൾട്ടിന് 2 ഓവർ ബാക്കിയുണ്ട്. ലോക ക്രിക്കറ്റിലെ നമ്പർ 1 ബൗളറാണ് ബോൾട്ട്. ഇന്നാണ് ഈ താരം റൺസ് വിട്ടുകൊടുത്തിട്ടുമില്ല. എന്നിട്ട് സഞ്ജു എന്തുകൊണ്ട് ബോൾട്ടിനെ പന്തെറിയിപ്പിച്ചില്ല? ഇതാണ് ആരാധകരും ചോദിക്കുന്നത്. യുസ്വേന്ദ്ര ചഹലിനും അശ്വിനുമൊക്കെ അടി കിട്ടുകയായിരുന്നു. സ്പിന്നിനെയാണ് ഗുജറാത്ത് അടിച്ചു പറത്തിയത്. ഈ സമയത്ത് ബോൾട്ട് വന്നുവെങ്കിൽ ഉറപ്പായിട്ടും രാജസ്ഥാൻ ഇന്ന് കളി ജയിച്ചേനെ. ലാസ്റ്റ് ഓവർ ബോൾട്ടിനായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ രാജസ്ഥാൻ കളി തോറ്റത്? ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.